ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ക്രീമി മഷ്റൂം സൂപ്പിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എളുപ്പമാണ്, ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു സോസ് പാനാണ് എടുക്കുന്നത്. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായാൽ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഒരു ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങിയാൽ നമുക്കതിലേക്ക് 2 വെളുത്തുള്ളിൻ്റെ അല്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു പകുതി സവാള അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു 6 മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി പാത്രം അടച്ച് ചെറിയ തീയിൽ നമുക്ക് ഈ മഷ്റൂമിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂമൊക്കെ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുക്കാം. ഈ മൈദപ്പൊടിയുടെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കതിനെ ഒന്ന് വഴറ്റണം. അപ്പോൾ അതാ പൊടിയുടെ പച്ചച്ചുവൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലും വെള്ളമൊക്കെ കൂടെ നന്നായിട്ട് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഡ്രൈ ഹെർബ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് തൈം ഉണ്ടെങ്കിൽ തൈം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒറിഗാനോ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമുക്കതിലേക്ക് കുറച്ച് പാസ്ലി ലീവ്സ് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമി മഷ്റൂം സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അത് വിൻ്ററിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പാണ് കേട്ടോ. നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. കുരുമുളക് പൊടിൻ്റെ അളവ് നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.